ലോകം ഫുട്ബോൾ ആരവത്തിൽ ലയിക്കുന്ന ഈ അവസരത്തിൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ മിനി ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നു. സ്കൂൾ മൈതാനത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫിഫ വേൾഡ് കപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് സെൻട്രൽ സ്കൂളിലെ താരങ്ങൾ മത്സരത്തിനിറങ്ങി. സ്കൂൾ മൈതാനത്ത് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സലില സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ നടത്തിയ അധ്യക്ഷ പ്രസംഗം കുട്ടികളിൽ മത്സരവീര്യം ഉണർത്തുന്നതായിരുന്നു. കുറത്തിക്കാട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എബി എം.എസ്. മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പോലീസിനെ സംബന്ധിച്ച് കേരളം മുഴുവൻ, പ്രത്യേകിച്ചും ലഹരിയുടെ വ്യാപാരികൾക്കെതിരെ, ലഹരിയുടെ കച്ചവടക്കാർക്കെതിരെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങൾ കുട്ടികളിലേക്ക് ഇവർ പറന്നിറങ്ങുമ്പോൾ, അതായത് പരുന്തിനെ പോലെ നിങ്ങളെ റാഞ്ചിയെടുക്കുവാൻ വേണ്ടി ഈ ലഹരിയുടെ വ്യാപാരികൾ, മരണത്തിന്റെ കാവൽക്കാർ, മരണത്തിന്റെ കച്ചവടക്കാർ പറന്നിറങ്ങുമ്പോൾ അവർക്ക് മുകളിലേക്ക് ഒരു കഴുകനെ പോലെ പറന്നിറങ്ങുവാൻ ആർജവമുള്ള പോലീസ് സേനയ്ക്ക് മുന്നിലേക്ക്, പോലീസ് സേന നമ്മളിലേക്ക്, അല്ലെ നിങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മിഷനായിട്ടുള്ള, ദൗത്യമായിട്ടുള്ള, ആർജവമുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. യുവതലമുറയെ കായിക ലഹരിയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ നടത്തുന്ന പരിശ്രമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ടി.എം. സുകുമാരബാബു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ധനപാലൻ, ബീന, പ്രവീൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ 12ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്വേത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥിനികൾ നടത്തിയ നൃത്തവും ശ്രദ്ധേയമായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചു. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ അഭിനവ് പി കുറുപ്പിന് ഗോൾഡൻ ബൂട്ടും മികച്ച ഗോളിയായ ഗിരിധറിന് ഗോൾഡൻ ഗ്ലൗവും മാനേജ്മെന്റ് പ്രതിനിധികൾ, സ്കൂൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നോത്തരിയിൽ വിജയികളായവർക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.